നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായിപ്പോ. അതുകൊണ്ട് നമ്മൾ ആരന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അയാളാരാ? അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. അത് ബിജോ, ഇളയ ചെക്കനാ. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് ഈ തള്ളയെ വന്ന് കണ്ടിട്ട് പോകാറുണ്ട്. ആള് റോമിയോയാ. പിന്നെ മൂത്തെടുത്ത് അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു. അന്ന് ഇവിടം വിട്ടതാ. അപ്പൊ ഇവൻ പ്രശ്നമാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. മെരുങ്ങാൻ വിഷമമുള്ള ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറിലായിരുന്നു. ഈ ടീം ഏതാ? ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു. ഒന്ന് കാണാമെന്നതാ. മുരുക പാർട്ടി ഇടുക. കോളനിയെ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ അച്ഛനെ ചടങ്ങ്. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാണെങ്കിലും പൊക്കിയിരിക്കും. നീയൊക്കെ അരട്ട ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ഇത് പഴയ കൊച്ചൊന്നുമല്ല, ആനെ കിട്ടൂട്ടാ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. എന്തൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. അബദ്ധമൊന്നും കാണിക്കല്ലേ. കത്തിയും സാറേ ജോർജ്, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. എന്നെ കൊണ്ട് ഈ തടി വെറുതെ പഴുപ്പിക്കരുത്. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. അല്ല, ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതി. ഇവിടെ തിരുപിടിയൊക്കെ വെക്കണ്ടേ? ഒറ്റ പേര്. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കും. പുറത്തെടുക്കണ്ട, കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ? നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. പോടാ.